ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി ഇറാൻ പിൻവാങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയൊരു പ്രകോപനം ഉണ്ടാകുന്നതുവരെ തിരിച്ചടി ഉണ്ടാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്നാണ് അബ്ബാസ് അരാഗ്ചി എക്സിൽ വ്യക്തമാക്കിയത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാൽ തങ്ങളുടെ പ്രതികരണം ഇതിലും കടുത്തതും ശക്തിയുള്ളതും ആയിരിക്കുമെന്നും അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇസ്രായേലിലെ ടെലവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടത്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം. ഇറാൻ പിന്തുണയോടെ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ വേരോടെ പിഴുതെറിയുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഭീകര സംഘടനകളുടെ പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തി മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള തലവനെയും കൂട്ടാളികളെയും ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. IDF നടത്തിയ ബെയ്റൂട്ട് വ്യോമാക്രമണത്തിൽ നിരവധി മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെടുകയുണ്ടായി. കരയുദ്ധം കൂടി ആരംഭിച്ച് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇതിന് മറുപടി എന്നോണം ഇറാൻ ഈ മിന്നലാക്രമണം നടത്തിയത്. ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ പരമോന്നത നേതാവ് ഒളിസങ്കേതത്തിലേക്ക് മാറിയിരുന്നു. കൂടുതൽ സുരക്ഷിതമായ താവളത്തിലേക്ക് സുപ്രീം ലീഡറെ മാറ്റിയതിന് പിന്നാലെയായിരുന്നു ഈ മിസൈൽ ആക്രമണം. കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ അന്ന് തൊടുത്തുവിട്ടിരുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിലൂടെ ഒട്ടുമിക്ക മിസൈലുകളും നിഷ്പ്രഭമാക്കിയിരുന്നു. നിലവിൽ ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ വീണ്ടും നേരിട്ട് പങ്കാളിയാകുന്നതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് മേൽ 400ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇറാന് വലിയ തെറ്റ് സംഭവിച്ചുവെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിലെ പൗരന്മാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ഇന്ത്യ അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത നിർദ്ദേശം ലഭിക്കുന്നതുവരെ സുരക്ഷിത സ്ഥാനത്ത് തുടരാനാണ് പൗരന്മാരോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വയം പ്രതിരോധത്തിന് ഇസ്രായേലിന് എല്ലാ സഹായവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലെബനനിൽ ജനങ്ങൾ തെരുവിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ബെയ്റൂട്ടിൽ ആളുകൾ പടകങ്ങൾ പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെയും ലെബനനിലെയും ജനങ്ങളെയും ഹമാസ്, ഹിസ്ബുള്ള, IRGC നേതാക്കളെയും കമാൻഡർമാരെയും കൂട്ടക്കൊല ചെയ്തതിന് മറുപടിയായാണ് ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കിയതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സൈനിക സുരക്ഷാ ലക്ഷ്യങ്ങളിലേക്ക് ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ പ്രതികരിച്ചാൽ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് പ്രതികരിച്ചതായും റിപ്പോർട്ടിലുണ്ട്.